എടുത്ത് ചാടിയിട്ടുണ്ട് അവിടെ. എവിടെയാടാ വെടിവെച്ചവൻ എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ മോബി അതിൽ നിന്നുള്ളിൽ അവിടെ കുഴി താഴെ ഈ ടെർഫ് അരച്ചു മറ്റേ കുടിച്ച് കലയ്ക്കാനല്ലേ മാറ്റണ ഇന്ന് സോണാടാ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു. ഡേർട്ട് ട്രാക്ക് മൊത്തത്തിൽ അല്ലെങ്കിൽ ഹോഴ്സ് ട്രാക്ക് അല്ലെങ്കിൽ റേസ് ട്രാക്ക് എങ്ങനെ വേണേലും വിളിക്കാം. ആ ഒരു ഏരിയ അവരെടുത്തിരിക്കുകയാണ്. അവർ പറയുകയാണ് ഇന്നത്തെ സോൺ ഷിഫ്റ്റ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് നല്ല പ്ലാനിലോട്ടാ വന്നത്. പക്ഷേ പ്രഡിക്ഷൻ വെച്ചിട്ട് സോൺ ബഗ് ഉണ്ടല്ലേ, ഇൻഫ്ലുവൻസ് കൗണ്ട് ബഗ് ഉണ്ട്. നല്ല പ്ലാൻ നല്ല പ്ലാൻ റീഫ്രഷ് ചെയ്യാൻ ഇതല്ലേ ഞാൻ ആദ്യം ചെയ്യാൻ പോയത്. അപ്പൊ എനിക്ക് നല്ല സൗണ്ട് ഉണ്ടോ ഇതിന്, മനസ്സിലായാ? ഓ അങ്ങനെ പെട്ടെന്ന് എന്റെ പിള്ളേർക്ക് കാണണം. പെട്ടെന്ന് ഇത് നിന്റെ മോന്ത നിന്റെ മോന്ത കാണിച്ചോണ്ടിരിക്കുന്നേ. എന്ത്? നിന്റെ ഡാഷ്ബോർഡ് എനിക്ക് കാണിച്ചോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഓക്കെ ആണോ? നമുക്ക് ഓക്കെ അല്ലേ? നല്ലൊരു സ്പ്രേ. നീലാണ് വില്ലു അവിടെ നല്ലൊരു സ്പ്രേ. മോബി ആൻഡ് പരന്തു വാസു ആൻഡ് സ്നൈപ്പ്. വാസണ്ണ ഇറങ്ങിയല്ലേ ടർഫിനെ? ഒരു ഹീറോയിക് മൂവ്മെന്റ് നമുക്ക് കാണാം. ഇടയ്ക്ക് കൂടെ പക്ഷെ അതേപോലെ ഞാൻ നിന്നെ പോലെ രണ്ടും കണ്ടിട്ടുണ്ട് ഇന്നത്തെ ടർഫില്. നമ്മളൊരു നല്ല ഒരു അറ്റാക്കിങ്ങും ഡിഫെൻഡിങ്ങും. സിറ്റിയുടെ ഹീറോ എന്നറിയപ്പെടുന്ന ഉക്കർ ഫ്ലാഗ് എടുക്കുന്നുണ്ടല്ലേ. വെയിറ്റിംഗ് ഗെയിം ആണ് എന്ന് തോന്നുന്നു. വേറെ ടീമിന്റെ സൈഡിൽ നിന്നൊരു സിറ്റിയുടെ രോമാഞ്ചകുൽജിതമായ ഒരു പ്രലോഭനം വരാത്ത പക്ഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെയിറ്റിംഗ് ഗെയിം തന്നെയാണ് എന്നാണ് മനസ്സ് പറയുന്നത്. പക്ഷേ ഇപ്പോ ഊക്കർ നിൽക്കുന്ന ഒരു ഏരിയയിൽ ടിവിയുടെ 2 വണ്ടികൾ റൊട്ടേറ്റ് ചെയ്ത് ഈ ഏരിയയെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ടിജിയുടെ വണ്ടി അതിന് ഞങ്ങൾ വണ്ടികളെല്ലാം റിപ്പയറിലോട്ട് മാറ്റിക്കോടാ. ഞാൻ ക്വാളിറ്റി അപ്പൊ എനിക്കും സെറ്റ് ആയിട്ട് വേണം. ഇല്ല ക്വാളിറ്റി ഒന്നും പോകത്തില്ല. നീ മാറ്റിക്കോടോ. ആകെ 180p ഉള്ളെന്ന്. നീ മാറ്റിക്കോ. പക്ഷേ കിട്ടിയില്ല. വണ്ടി വെറുതെ അതോ വണ്ടിയുടെ കൗണ്ട് ആണോ? അവന് വശം വരൂല്ലേ? അത് ബാക്കിയുള്ള അകത്ത് ടർഫിന്റെ സോണിന്റെ അകത്ത് ടിവിയുടെ വണ്ടി. ഇതിപ്പോ ഇങ്ങനെ ചെയ്താ വണ്ടി പോവെങ്കിൽ വണ്ടി പോകുന്നല്ലേ ഉള്ളു. അല്ലാതെ ഇവിടെ ചത്ത തിരിച്ചറിയാൻ പറ്റും. രണ്ട് വണ്ടിയുണ്ടോ ചത്ത തിരിച്ചറിയാൻ പറ്റുമോ? വീഡിയോ ഈഗിളും കൂടെ ഇരിക്കുന്ന ഒരു വണ്ടി ഞാൻ കണ്ടു. പിന്നെയും ജുഗുറുവിന്റെ വണ്ടി 3 വണ്ടി. ഫുഡ് എടുത്തിട്ട് ഉറപ്പാണോ? ഇത് പക്ഷെ ഇപ്പം ഈ സോണ് ചേഞ്ച് ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ ഡിഫെൻഡിങ് നിൽക്കുമ്പം ഈ മൂഞ്ചിയ സോൺ അങ്ങനെ പോവുകയാണെങ്കിൽ ഡിഫെൻഡിങ് ആണ് ഡിസഡ്വാൻറ്റേജ്. ഈ ഡിഫെൻഡ് ചെയ്ത് ഇരിക്കുന്നവർക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരികയാണെങ്കിൽ പാടാ. കാരണം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവര് എപ്പോഴും കറയിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം ഇവരിപ്പോ ഈ സൈഡിൽ ഇരിക്കുന്നത്. അപ്പം ഏത് സൈഡിലോട്ടാണോ പോണത് ആ സൈഡിൽ പെട്ടെന്ന് തോന്നുന്ന അറ്റാക്കേഴ്സിന് പൊസിഷൻ പിടിക്കാൻ പറ്റും. ആ വണ്ടിയുടെ ലോക്ക് ഇല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതിൽ കുറച്ച് ലക്കും വേണം. ആ വണ്ടി ഈഗിളിന് വണ്ടി എടുക്കാൻ പറ്റത്തില്ല, കീ ഇല്ലാത്തോണ്ട്.
ഒക്കെ നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ടിജിയുടെ എല്ലാവരും ഈ ഒരു ഏരിയ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ സ്നൈപ്പ് ബോഡി സ്പ്രേ ആണോ? പക്ഷേ സ്നൈപ്പ് അവിടെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ തോന്നുന്നു ടിജിയുടെ വണ്ടികൾക്കെല്ലാം ടയർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബട്ട് ഈ ഒരു സോണിന്റെ ഇന്നിലോട്ട് അവർ വന്നിരിക്കുകയാണ്. ഈ തവണ വേറൊരു എഡ്ജാണ് ടി ജെ പിടിച്ചിരിക്കുന്നത്. എനിക്കൊന്നും ടി ജെ കറന്റ് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടൊക്കെ ഏതൊക്കെ പ്ലേയേഴ്സ് ആണുള്ളത്, ഏതൊക്കെ ബിൽഡിങ്ങിലാണ് ആൾക്കാരുള്ളത് എന്നുള്ളൊരു ഈ ഒരു ബിൽഡിങ്ങിന് മേളിൽ ആളുള്ള കാര്യം അവർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. സാവേജ് ആണ് അവിടെ കളിക്കുന്നത്. നല്ലൊരു സ്പ്രേ അവിടുത്തെ വണ്ടി എടുത്തോണ്ട് ഒരു ട്രൈ ചെയ്യുന്നുണ്ട്. ജോസൂട്ടി കിട്ടിയത് ജോസൂട്ടി മനസ്സിലാക്കി. അതിന്റെ മേളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ജോസൂട്ടി അവിടുത്തെ വണ്ടി എടുക്കാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ജോസൂട്ടിനെ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു വണ്ടി കൂടെ എത്തിയിട്ടുണ്ട്. ജോസൂട്ടി അവിടെ ഓപ്പണിലാണ് നിൽക്കുന്നത്. ജോസൂട്ടി അവിടെ വണ്ടി എടുക്കാൻ പറ്റാതെ വീണ്ടും സോൺ വന്നിരിക്കുകയാണ് ഗായ്സ്. ടിവിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ബിൽഡിങ്ങുകളും സോണിലില്ല. നോക്കുകയാണെങ്കിൽ ാണ് സോൺ വന്നിരിക്കുന്നത്. എടാ നീ അത് മാറ്റിക്കോ, അതാ ഞാൻ പറഞ്ഞത്. നീ ഓഫ് ചെയ്തോ. സ്വാഭാവികമോ അവൻ ജോസൂട്ടിന് ഒരു നല്ല പിക്ക് കിട്ടിയത്. ചേഞ്ച് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനും വലിയൊരു സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതുവരെ നമ്മൾ ടിവിയുടെ കളികളിൽ ഈ ഒരു ബിൽഡിംഗ് അവർ ഹോൾഡ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. ബട്ട് ഇന്ന് അതിന് വിപരീതമായി ടിവിയെ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ടിവിക്ക് നല്ലൊരു പൊസിഷൻ അഡ്വാൻറ്റേജ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഉള്ള കറണ്ട് സോണിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ ബിൽഡിംഗ് ആണ്. അവരുടെ ആ സ്ട്രാറ്റജിയിൽ വരുത്തിയ ഒരു ചേഞ്ച് അവർക്ക് ഇന്ന് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ ഇനിഷ്യൽ പൊസിഷൻ അവർക്ക് നഷ്ടമായെങ്കിലും അവര് ചേഞ്ച് അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്റെ അടുത്ത് വന്നു എന്തുവാ അടൂർ ചന്ദ്രൻ മറ്റേ ചന്ദ്രൻ മണ്ടയ്ക്ക് വീട് ചെയ്യാവുന്ന ലക്ഷം എവിടാ കാണിച്ചു കൊടുക്കണം. ഇതിന്റെ മേളിൽ കയറാൻ ഇച്ചിരി പാടാണ്. വീണി ആവത്തില്ല എന്റെ മേളില്. ഒരു പ്രാവശ്യം വീട് താഴെ വീട്, രണ്ടാമത്തെ പ്രാവശ്യത്തെ ട്രൈ ചെയ്യാം. അങ്ങനെ ഒന്നും പോകുന്ന ഓരയല്ലടാ എന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ആടുബ്രോയുടെ മുഖത്ത് ഇടത്തെ കൈവച്ച് ഒരു നല്ലൊരു അടി കൊടുത്തുകൊണ്ട് ചന്ദ്രൻ അതിന്റെ ഇരിക്കുകയാണ്. ഏതാണ് അല്ലേ ഒന്നും കാണുന്നില്ലല്ലോ. അഗൈൻ നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ കയ്യിലും കൺട്രോളിലും നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് കാണുന്നത്. അവരുടെ കുറെ പേര് ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ബിൽഡിങ്ങിലൂടെ അവർക്ക് കയറാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ഇത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ടിജിയെ മൊത്തത്തിൽ ലിറ്ററലി അവർ റിപ്പയർ ചെയ്യാൻ വീണ്ടും പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, റിപ്പയർ ചെയ്ത് ടിജിയെ നമ്മൾ കാണാൻ പോകുന്നത്. തെറിപ്പിച്ചുകൊണ്ട് ജുഗുറു എന്താണ് ടിജിയെ ചെയ്യാൻ പോകുന്നത്? വാട്ട് ആർ ദേ ഗോയിങ് ടു ഡു? ഭൂരിഭാഗം ഏരിയകളിലും അവർ കവർ ചെയ്തിട്ടുണ്ട്. അവരുടെ ആൾക്കാർ ഫുൾ അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് കറന്റ് സിനാരിയോയിൽ. അടുത്തൊരു സോണിന് വേണ്ടി കാത്തു നിൽക്കുകയാണോ? ഒരു പ്ലേ ഗ്രൗണ്ടിലോട്ടാണ് ടിജിയുടെ ഒരു ഹാർഡ് റഷ് വരുന്നത്. പ്ലേ ഗ്രൗണ്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട്. മോബി, പരന്തുവാസു എല്ലാം ആ ഒരു ഏരിയയിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്ലേയേഴ്സ് ഇനി ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തുകൊണ്ട് മോബി, പരന്തുവാസു അടങ്ങുന്ന ഈ രണ്ട് വണ്ടികൾ ഇറങ്ങി അവരെ ഫയർ ചെയ്തില്ല നമുക്കറിയത്തില്ല. വരുന്ന ടാഗിന് അവര് ഇവിടുന്ന് പ്ലേ ഗ്രൗണ്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് അവർക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ എല്ലാ വണ്ടിയും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. വീണ്ടും അഗെയിൻ നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ വണ്ടികളെല്ലാം റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോണിന്റെ അകത്തോട്ട് ഈ ഒരു ഏരിയയിലോട്ട് ടിജി ഇറങ്ങിയിട്ടുണ്ട്. ജുഗ്രു അവരെ കവർ ചെയ്ത ഒരു ഓഫ് ആംഗിൾ വണ്ടി ഇല്ല, അവര് തിരിച്ച് അവിടുന്ന് കേറി.
മോബി ആൻഡ് പരുന്ത് വാസു പ്ലേ ഗ്രൗണ്ട് ആ ഒരു ഏരിയയിലോട്ട് വന്നെത്തിയിട്ടുണ്ട്. അവരിറങ്ങി അവരെ ഫയർ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. മോബി ആൻഡ് പരുന്ത് വാസു 1 2 3 സർപ്രൈസ് എന്ന് പറഞ്ഞു. പക്ഷേ ചെറിയൊരു ഡിലേ ഉണ്ട്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സെറ്റാണ്. അവിടുന്ന് അവരെ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആംഗിൾ TG അവിടുന്ന് ജോസൂട്ടി സോണിന്റെ ആ ഒരു ശ്രമിച്ചു. ബട്ട് അവരിപ്പോ സോൺ ഔട്ടിലാണ് ഇറങ്ങിയിരിക്കുന്നത്. വീണ്ടും വണ്ടികളിലെല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി അവർക്ക് വീണ്ടും പോയി റിപ്പയർ ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. നഷ്ടപ്പെട്ടിരിക്കുകയാണ്. യെസ്, അതുപോലെ തന്നെ അവരെല്ലാരും തിരിച്ച് റിപ്പയർ സ്റ്റേഷനിലോട്ട് യാത്രയായിരിക്കുകയാണ്. അവര് റിപ്പയർ ചെയ്ത് വരട്ടെ. നമ്മൾ ഊക്കർ ഫാൻസ് നിരാശരാണ്. സമയമുണ്ട്. സുമതി അമ്മായി കംബാക്ക്. യെസ്, സുമതി അമ്മായി തിരിച്ചു വരികയാണ് ഗൈസ്, തിരിച്ചു വരികയാണ്. അമ്മായിയുടെ കമ്പാക്കാ. സുമതി അമ്മായിയുടെ കംബാക്ക് ഉടനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. നിന്റെ അമ്മേനടാ ആ തള്ളൊന്നുമല്ല അമ്മ. നാളെ ധോണിയുടെ ലാസ്റ്റ് ഗെയിം ആണോ? ലാസ്റ്റ് ഗെയിം ഒരു പ്ലെയറിനെ പറ്റി ഒരു അഡ്മിൻ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ വണ്ടികളെല്ലാം റിപ്പയർ ചെയ്ത് അവരെ ശക്തി ആർജിച്ച് അവർ വരികയാണ്. 4 വണ്ടികൾ ലാസ്റ്റ് ഞാൻ പോയി പറഞ്ഞിട്ടുണ്ട്. കൊമ്പാന്തിടാ ഫേസ് ക്യാം ഒന്ന് ഓണാക്കട്ടെ. റെക്കോർഡ് ചെയ്യുമ്പോൾ കാണാനാ തിരിച്ചാവുന്നത്. എന്തോ തെറിച്ചു പോയല്ലോ എന്റെ വായത്. രക്ഷപ്പെട്ടു. അല്ലല്ല, IRL വൈഫ് കേറിയാൽ അമ്മായി ആയിട്ട് പല്ല് പോയതോ? ഇല്ലല്ലോ. ആരാ പറഞ്ഞ വല്ലാതെ അതിന്റെ കോമഡിയാണോ? നിക്കപ്പം നിന്റെ ഡിലീറ്റ് ചെയ്ത്. ഓക്കെ, അങ്ങനെ വണ്ടി ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിവിയുടെ ഒരു വണ്ടി 4 വണ്ടികൾ വെച്ചാണ് ടി വി കളിക്കുന്നത്. അവിടെ റാവു, കുര്യാച്ചൻ ആൻഡ് മൈൽസ് ബറാസ് എടുക്കുന്ന വണ്ടി അവർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ നിക്കിയാണ്. വേറെ ജോസൂട്ടി ഇവിടെ എല്ലാ കളികളും കണ്ടോണ്ടിരിക്കുകയാണ്. സേവിയറെ മോനെ വണ്ടി കയറ് എന്ന് പറഞ്ഞുകൊണ്ട് ജോസൂട്ടിയുടെ വണ്ടിയിലോട്ട് കയറ്റുന്നു. ഇല്ല, ഞാൻ തിരിച്ച് കൊച്ചു കുഞ്ച് വണ്ടിയിലോട്ട് പോയി കയറിയിരിക്കുകയാണ്. സൂപ്പർ. ഇവ ഗ്യാങ്ങിലുണ്ടെങ്കിൽ അവനറിയത്തില്ല. ഇവരൊക്കെ സ്ലോട്ട് എടുത്ത് കളയണം. 5 ആടാ പട്ടി. ശംഭു അപ്പാപ്പനോ? അപ്പ കൊച്ചു കുഞ്ഞ് 4 വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. 4, 8, 12, 5 വണ്ടി. 4 വണ്ടിയാണ് വരുന്ന. 5 പിള്ളേര് പറയുന്നു ഇവിടെ. ചുമ്മാ തർക്കിക്കല്ലേ എന്റെ അടുത്ത്. നിനക്ക് എന്തെങ്കിലും അറിയോ? നിനക്ക് നീ സ്ലോട്ടിലുണ്ടെന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ. 5 വണ്ടികൾ ഒരുമിച്ചാണ് സോണിലോട്ട് കയറിയിരിക്കുന്നത് തോന്നുന്നു. അവരുടെ ജോസൂട്ടി കണ്ണും പൂട്ടി ആ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് വണ്ടി കുത്തിയിട്ടുണ്ട്. മോബി ആൻഡ് പരുന്ത് വാസുവിന്റെ വണ്ടി ആ ഒരു ഏരിയയിട്ട് വന്നിട്ടുണ്ട്. ജോസൂട്ടി ഗൺ എടുത്തിട്ടുണ്ട്. ഇവിടെ 2 വണ്ടികൾ വന്ന് കുത്തിയിട്ടുണ്ട്. ഊക്കറിന്റെ വണ്ടി അവരവിടെ കുത്താൻ സമ്മതിക്കുന്നില്ലെന്ന് തോന്നുന്നു. നല്ലൊരു സ്പ്രേ ഫ്രം ഊക്കറിന്റെ വണ്ടിക്ക്. നിക്കി ഇറങ്ങിയ എവിടെ മാർക്ക് നോക്ക്. റെഡി നിക്കി ലൂസി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പരുന്തുവാസ് ബോബി അവിടെ നിന്ന് വണ്ടി എടുത്തോണ്ട് മാറിയിട്ടുണ്ട്. വണ്ടി വെട്ടതാ. നമുക്ക് ടാക്സിയിൽ അവിടെ നോക്കാൻ പറ്റൂല. അത് ഡൊമിനിക് നല്ലൊരു പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അത് ആരും പ്രതീക്ഷിക്കാത്തൊരു പൊസിഷൻ. ഒരു എഡ്ജാണ് അവിടെ ഉള്ളത്. അല്ല, ജോസൂട്ടി മറ്റേ വീടിന്റെ വേണ്ടി നോക്കാം. ജുഗ്രുവിന്റെ വക ഒരു സ്പ്രേ. ഓക്കെ, ഡൊമിനിക് താഴോട്ട് ചാടി
ഓ കൊച്ചു കുഞ്ഞ് ആ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിലോട്ട് കേറിയിട്ടുണ്ട്. അവിടെ ഒരു മരമുള്ള നന്നായി. ഇമാർക്കൊക്കെ മരം കാണുമെന്തോ. ഓക്കെ, കൊച്ചു കുഞ്ഞ് ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്പ്രേ കൊടുത്തു, ബട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡെസ്ട്രോ താഴോട്ട് ചാടിയിട്ടുണ്ട്. ഡെസ്ട്രോ എന്താണ് അവിടെ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഡെസ്ട്രോ അവിടെ താഴോട്ടാണ് ചാടിയിരിക്കുന്നത്. സത്യം ഇവിടെ എന്താ നടക്കണത്? ഓ സോൺ ഷിഫ്റ്റ്, അതാണ് സംഭവിച്ചിരിക്കുന്നത്. സി ബിൽഡിംഗിന്റെയും കറന്റ്ലി ഫുൾ ആൻഡ് ഫുൾ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു സോൺ അഡ്വാൻറ്റേജ് ടീവിയേക്കാണ്. അതുകൊണ്ടാണ് ഡെസ്ട്രോ അവിടെ താഴെ ഇറങ്ങിയിരുന്നത്. അടിക്കടാ. ഓക്കെ, തീരെ ജോസൂടെ വണ്ടി റിവേഴ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ജോസൂട്ടി. ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. പ്ലേ ഗ്രൗണ്ടിൽ ടി ജിയുടെ 3 വണ്ടികളുണ്ട്, 2 വണ്ടികളുണ്ടെന്ന് തോന്നുന്നു. യെസ്, 2 വണ്ടികൾ, 3 പ്ലേയേഴ്സ്. അത് നല്ലൊരു പൊസിഷൻ. അവിടെ സോൺ ഇല്ല, സോൺ ഷിഫ്റ്റായി. നോക്കി ഫയർ ചെയ്യണേ. ആരാണ് ഫയർ ചെയ്തത്? നോക്കി ഫയർ ചെയ്തിട്ട ആരാണെങ്കിലും ഞാൻ കണ്ടില്ല. എല്ലാ റേഡിയോയിലും ശബ്ദങ്ങളാണുള്ളത്. പേടിക്കണ്ട. സോൺ ഷിഫ്റ്റായ ആദ്യത്തെ ഉടനെ ഉള്ള ഫയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നീടുള്ള ഫയർ ആണെങ്കിൽ അത് പിന്നെ ആലോചിക്കാം. ഫയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് സോൺ ഷിഫ്റ്റ് ആയതെങ്കിൽ. ഇത് ഫയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്കല്ലേ സോൺ ഷിഫ്റ്റ് ആവുന്നത്? എങ്ങനെയാ? ഓക്കെ, നല്ലൊരു ഡൗണൊന്നുമില്ല മൊത്തേ. അത് ശരിയാണ്. അച്ഛനെ ഞാൻ വാക്കണ്ണ എന്റെ കൈ കൊള്ളാവെന്ന് പറഞ്ഞ് ടൈമോട്ടാ. എടാ മിക്കവാറും മറ്റേ ബോട്ടായിരിക്കും ടൈമോട്ടെന്നേ. ഇപ്പൊ കറന്റ്ലി ആ ഒരു സോൺ ഫുള്ളി അവർ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ടി ജെ മോസ്റ്റ് പ്രോബബ്ലി അവരുടെ ലാസ്റ്റ് റഷ് എന്നുള്ള രൂപേണ വണ്ടികൾ റിപ്പയർ ചെയ്തിട്ട് ഒരു ഫുൾ കമ്മിറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പുഷായിരിക്കും മോസ്റ്റ്ലി ചെയ്യാൻ തോന്നുന്നു. 21 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട്. സോണും എത്തിയിരിക്കുകയാണ്. ആലോചിച്ചൊക്കെ കളിച്ചാൽ ഞാൻ ടി വി ആണല്ലോ. നീ അല്ല പോയി അടിയടാ, പോയി അടി. ചുമ്മാ കയറി ചെന്നില്ലേ? ഞാൻ തന്നെ ഉമ്മാർക്ക് കൊടുക്കുന്നത്. ഒരു സമയത്ത് ഞാൻ അഡ്മിനാണെന്നുള്ള വിചാരം വന്നുപോയി. സോറി ചെന്ന് കയറി അടിയുള്ളു. എന്തുവാ എന്താ 12 ടൈം ഉണ്ടല്ലോ. ഈ ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് നന്നായി സോണില്. ഓക്കെ, ടി ജെ ഈ ഒരു ഇവിടെ കയറി അവർക്ക് കിട്ടും പണി പാടും. നല്ലൊരു സ്പ്രേ, എല്ലാ ആംഗിളിൽ നിന്നും നല്ലൊരു സ്പ്രേ അവർക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് അവിടെ അവർക്ക് കയറാൻ പറ്റത്തില്ല, പോണ്ടി വന്നിട്ടുണ്ട്. ഓ എല്ലാരും കൂടെ ഒരുമിച്ച് കയറാനാണ് കേട്ടോ. ഇതിനു മുൻപ് പണ്ട് TKRP ഇതേപോലൊരു ടർഫ് ഈ ഒരു സോൺ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. TJ വേഴ്സസ് KV. കുട്ടിയാച്ചനെ സ്പോട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പരന്തുവാസു അതേപോലെ തന്നെ മന്ദാരം എല്ലാരും മെയിൻ ടർഫിൽ ഉണ്ട്. കുടുങ്ങിയതാണോ? ഓ അല്ല, അവര് വേറൊരു ഓപ്പൺ പൊസിഷനിൽ നിന്ന് ഒരു പിക്ക് എടുക്കാനുള്ള ട്രൈയിലാണെന്ന് മറ്റേ 1 2 3 പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ സാധിക്കും തോന്നുന്നു. എടാ എന്നെയൊക്കെ കൊല്ലം അങ്ങനെ പറ്റുള്ളൂ. ഞാൻ തന്നെ മിസ്റ്റേക്ക് കാണിക്കണം, മനസ്സിലായ? അതിന് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. അതില് വലിയ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അതിന് പറയുന്നത്. TJ ലൈഫ് ലൈൻ അവർക്ക് വന്നൊന്നും എനിക്ക് എന്റെ അടുത്ത് ഒരു റെസ്പെക്ട് ഇല്ല കേട്ടോ. തോന്നുന്നു അതെന്തോ അവസാനം മാറ്റണം. സീരിയസ് ആയിട്ട് പറഞ്ഞ ഞാൻ ഫീൽ ആയിരുന്ന. യെസ്
ആൻഡ് ഏബൽ ആന്തരാജ്യം. അവിടെ പ്ലേയേഴ്സിനെ അടിക്കാൻ പറ്റില്ല എന്തായാലും. അതെന്താ ഓബി TJ ക്രിസ്റ്റി സോൺ ഔട്ട് ഒന്നല്ലേ ഇപ്പൊ അടിച്ചത്? ഏരിയയിൽ വണ്ടി അല്ല. മോസ്റ്റ് പ്രോബബ്ലി അവരവിടെ സോണിന്റെ ഒന്നാണോ നിക്കി അടിച്ചത്? ആ ഒരു സർപ്രൈസ് അറ്റാക്ക് ജുഗ്രു ഏത് മിക്കിയാ? നിക്കിയാ? ജുഗ്രു ആ നിക്കി പുറത്തുനിന്ന് അടിച്ചായിരുന്നല്ലേ ഇപ്പൊ? ഓ എടുത്തടാ ജുഗ്രു എടുത്ത് ടിജെ നിക്കിനെ അടിയടാ അടി. നൈസ് അടി. അവിടെ രണ്ടോ പുറത്തുനിന്ന് അടിച്ചവന് തോന്നിയില്ലേ? അതോ എനിക്ക് തോന്നിയാണോ? നോക്കാം നമുക്ക്. ടിജെ ഡൊമിനിക്കിന് നല്ലൊരു ആംഗിൾ കിട്ടുന്നുണ്ട്. അവന്മാർ രക്ഷപ്പെട്ടു പോയടാ ബാക്കി രണ്ടുപേരും. ഓ ഏബലാണല്ലേ? ഓക്കെ റോബ് ലൂച്ചി ആൻഡ് ജോസൂട്ടി ആ ഒരു ആംഗിള് നിന്നും ബാക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് കിടിലൊരു അഗ്രസീവ് ഒരു പുഷായിരുന്നു. അവൻ അടിച്ചോല്ലേ എനിക്ക് തോന്നിയത്. ആ ഒരു സോണിന്റെ അകത്തോട്ട് കയറി ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് സമ്മതിക്കണം. കാരണം ആ ഒരു പോയിന്റ് ഓഫ് ആ ഒരു മൊമെന്റില് കറക്റ്റ് ആയിട്ട് ആ സോണിൽ കയറി പക്ഷെ അവന്മാര് ഈ സോണോട്ടിൽ അതികൂടെ കയറേണ്ട ആവശ്യം തന്നെ. ഇവിടെ ആൾക്കാരെ കണ്ടില്ലേ അവന്മാര്? അത് കിടില വെൽ പ്ലേഡ്. അല്ല ഞാൻ ടി വിയിലായിരുന്നു നോക്കിയപ്പോര് കറന്റ് സിനാരിയോ എന്താ മോനെ? അത് സത്യമാണ്. ഇടയ്ക്കിടയ്ക്ക് മറന്നുകൊണ്ടാ സപ്പോർട്ട് ചെയ്യുന്നേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊമ്പാച്ചലിനോട്ടൊരു ചായച്ച ഉണ്ടല്ലോ മാറ്റണ്ണ. അത് നമ്മളെ ഉക്കറടാ. ചെയ്യാൻ സാധിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? കറന്റ് ടിജെ ഡൊമിനിക് കുര്യാച്ചൻ ആൻഡ് റാവു. എന്റെ അമ്മോ ഉക്കറിലെ മേടിക്കുന്ന ഉക്കറിലേത് ഈ ഒരു ഏരിയയിൽ അതെനിക്കറിയൂടാ. ഫേസ് ക്യാമിലോട്ട് ഓടിക്കുന്നു. അല്ല ഇവിടെ ആളുണ്ടാ. ജോസൂട്ടി റോബ് ലൂസി സോൺ ഔട്ട് ഉണ്ടെങ്കിലും ഇവിടെ മോബി ആൻഡ് സ്നൈപ്പ് ഓൾവേസ് ഇൻഫോ എടുത്തുകൊണ്ട് ബാക്കിൽ തന്നെ ഉണ്ട്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടായിരിക്കും വരാൻ? ചന്ദ്രൻ ഒരുത്തനെ എടുത്തിട്ട് അറിഞ്ഞുണ്ടായിരുന്നോ രാവുനെയാണോ അതോ കുര്യാച്ചനെയാണോ അറിഞ്ഞൂടാ? ഒരുത്തനും ജോക്കി വന്നിട്ട് പറയാ കണ്ണാപ്പിയുടെ അച്ഛൻ കാണിച്ച ഓരോ മിസ്റ്റേക്ക് ആണ്. വളരെ വേണ്ടപ്പെട്ട ആ ഒരു പിക്ക് നമ്മുടെ ജുഗ്രു തന്നെയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. മെസ്ബോയ് ആൻഡ് ഭാരദ്വാസു എല്ലാവരും മണി ടർഫ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നീൽ ഏബൽ ജോസഫ് അവിടെ ഇൻഫോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ജുഗ്രു ആ ഒരു ബിൽഡിംഗ് തന്നെയാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറന്റ്. എനിക്കിനി തോന്നുന്നില്ല ഇമാർക്ക് സത്യം പറഞ്ഞാൽ ട്രാപ്ഡ് ആണ്. ഇനി മേ ബി ഈ ഒരു പക്ഷേ മെയിൻ ടർഫ് മേളിൽ നിൽക്കുന്നവരെന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ. അല്ലാണ്ട് കാരണം വേറെ എവിടെ ആണെങ്കിലും പ്ലേയേഴ്സ് 250 പോയിന്റ് വെച്ചതിനൊക്കെ ഒരു ഏരിയ അവിടെയാണ്. ബട്ട് അവിടെ കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി സോൺ ഷിഫ്റ്റ് ഉണ്ടോ? ഇനിയുണ്ട് രണ്ട് സോണുണ്ട്. സോൺ വീണ്ടും ഷിഫ്റ്റ് ആയിരിക്കും. അത് കുഴപ്പമില്ല. ആ ബിൽഡിംഗ് പോയില്ല. ഈ ബിൽഡിംഗ് ബിൽഡിംഗ് ആൻഡ് ആ ബിൽഡിംഗ് പോയി കഴിഞ്ഞാൽ മൂഞ്ചി അടുത്തേലും ബിൽഡിങ്ങിന്റെ പാതി പോകും. അഗൈൻ ഇവിടുന്ന് ഊക്കർ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് നടക്കുന്നില്ല. ആദ്യത്തെ ഒരു സോൺ ഒഴിച്ച് ബാക്കി രണ്ട് സോണുകളും അവരെ തുണച്ചില്ല. ബട്ട് ആദ്യത്തെ അഡ്വാൻറ്റേജ് ചെയ്യാനും എന്ന് പറയുന്നത് അടിച്ചടിച്ചിരിക്കുന്നേ ഉള്ളു. നമുക്ക് സോൺ ഷിഫ്റ്റ് കള്ളക്കളവായി. ജുഗ്രുവിന് അതുവഴി പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. 10 പേര് തിരിഞ്ഞത് ജുഗ്രുവിനെ വെടിവെക്കുന്നുണ്ട്. ഡെസ്ട്രോ അവർ ഈ ഒരു ആംഗിൾ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ആംഗിൾ ഇത് പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കോള് ജോസൂട്ടിയ കൊടുത്തിട്ടുണ്ട്. ഊക്കറിന്റെ പിക്ക് ഓഫ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ഓടിക്കൊണ്ടിരിക്കുകയാണ്. സപ്പോർട്ട് കിട്ടിയ റാവുമാൻ ഇപ്പൊ അവർക്ക് പിക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ആരും സപ്പോർട്ട്
ഡെസ്ട്രോ ഒറ്റയ്ക്ക് ഒരു എടാ, അവന്മാരവിടെ പത്ത് പേരുടെ പെട്ടിക്കോ? അകത്തോട്ടാണ് പോകുന്നുള്ള ഒരു സാധനം. അവന്മാര് കറങ്ങിയിരുന്നു ഡെസ്ട്രോനെ pick ചെയ്യാൻ വേണ്ടി അവർ ആയിട്ട് plan ചെയ്തിരിക്കുകയാണ്. ഡെസ്ട്രോയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമാവും. സേവർ അവൻ സോണോട്ടിൽ അവൻ കണ്ടില്ലടാ. സോണോട്ടിൽ കൊന്നടാ, സോണോട്ടിൽ കൊന്ന. ആണോ? ഓക്കെ അവിടെ ഈ ജോസൂട്ടി പോയി. റോബ് ലൂച്ചിനെ അവരിപ്പോ അവര് ഓ, ജുഗുറു, ജുഗുറു. വരുന്നുണ്ട്. കളിയടാ ജുഗുറു അത്. ഐസ്. ഇതിനകത്ത് അവര് അടി, 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 അടി. ഇവന്മാരവിടെ പെട്ട്. തോന്നുന്നു. ഒരു നേട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇറങ്ങി കൊടുക്കായിരുന്നു. മേളിൽ നിന്ന് ബ്രസീലിയൻ മക്കാരെ പിക്ക് ഓഫ് ചെയ്തു. പരന്തുവാസു സ്മോക്ഡ് ബാബ്സ്. അടി, അടി, അയ്യോ. പരന്തുവാസുവിനെ സ്മോക്ഡ് ബാബ്സ് അടിച്ചു കൊടുക്ക്. ബോബി സ്മോക്ഡ് ബാബ്സ് അവന്മാരവിടെ പെട്ടടാ. അടിച്ചോട്ടാ. ഇത് കൂട്ടടിയാ ചാവുമല്ലോടെ എല്ലാരും. തീർന്ന്. കഴിഞ്ഞാ നമുക്ക് കാഷ്വാലിറ്റി ആരും ഡ്രസ് മാത്രമേ ഉള്ളൂ. ഡെസ്ട്രോ പക്ഷെ അത് വെളിയിൽ നിന്നായിരുന്നു, അത് കുഴപ്പമില്ല. അല്ല, ഈഗിളും ചെന്നു മരിച്ചു. ഗെയിമിൽ ഡെഡ് ആയിരുന്നു. ഇല്ല, വാസനുണ്ടല്ലോ. ഡെഡായി ഇല്ലല്ലോ. ഡെഡായി ഈഗിള് പോയി. ആണല്ലേ? ആ, വാസണ്ണും കഴിഞ്ഞടാ. എടാ, ഡെഡ് എന്നൊക്കെ പറയുമ്പോ പിന്നെ ഗെയിമിൽ നിന്ന് പറയണ ഇടയ്ക്ക്. ആ, പോയിട്ട്. ആ, ഡൗൺ. അയ്യോ, ഡൗൺ. സോറി. പോയിന്റ് ടോമാരൊക്കെ മാനേജ് ചെയ്ത് കൊടുത്തോ. അടിച്ച്. അപ്പോൾ ഗുരു ഡൊമിനിക്കിനെ പിക്ക് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയ, നമ്മുടെ ടെറിട്ടറിയാ, മനസ്സിലായോ? വലിയ സേവിയർ മണി ടർഫ് പണ്ട് തൊട്ടേ ഇത് നമ്മളാടാ, ഇത് എന്റെ ആടാ, ഇത് തങ്ങളുടെ ആടാ. മണി ടർഫ് നമ്മളെ ടെറിട്ടറി ആടാ. മൈൽസ് മൊറാൽസ്, നീൽ. അതായത് 1,07,000 പോയിന്റ് ടി.വി കിട്ടത്. ഏബൽ ജോസഫ് ഇവിടെ എത്ര നേരത്തെ പോയെന്നറിയോ? 2,50,000. സേവ് ചെയ്യാൻ